നോർവേയുടെ തലസ്ഥാനമായ ഓസ്ലോയിൽ നിന്നും ബെർഗൻ എന്ന സ്ഥലത്തേക്കുള്ള ഒരു തീവണ്ടിയിൽ സഞ്ചാരം തുടരുകയാണ് ഞാൻ. 8:25 ഓസ്ലോയിൽ നിന്നും പുറപ്പെട്ട ട്രെയിനാണ്. നേരമിപ്പോൾ 10:45 കഴിഞ്ഞിരിക്കുന്നു. തീവണ്ടിയിലെ റെസ്റ്റോറന്റ് വാഗനിലാണ് ഞാൻ ഇരിക്കുന്നത്. അതിലിരുന്ന് ഭക്ഷണം കഴിക്കാം, പാനീയങ്ങൾ കുടിക്കാം, മനോഹരമായ പുറം കാഴ്ചകൾ ആസ്വദിക്കുകയും ചെയ്യാം. കാഴ്ചകൾ കണ്ട് ഞാൻ അങ്ങനെ ഇരിക്കുകയാണ്. 11 ഡിഗ്രി സെൽഷ്യസാണ് പുറത്തെ താപനില. റെസ്റ്റോറന്റിൽ ഇപ്പോൾ വലിയ തിരക്കൊന്നുമില്ല. ക്രോഡറൻ എന്ന തടാകത്തിന്റെ കരയിലൂടെയാണ് യാത്ര. ഗുൾസ്വിക് എന്ന പ്രദേശമാണ് ഇപ്പോൾ പിന്നിടുന്നത്. നോർവേ രാജാവുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഒരു പ്രഭു കുടുംബത്തിൻ്റെതായിരുന്നു ഗുൾസ്വിക് പ്രദേശത്തെ കൃഷിയിടങ്ങളെല്ലാം. ഇത് ഹാളിംഗ് പോർട്ടൻ എന്ന ഗ്രാമമാണ്. പതിവ് പോലെ വനവും അതിനു നടുവിൽ കൃഷിയിടങ്ങളും മലനിരകളുമെല്ലാമുള്ള ഒരു ഗ്രാമം. ട്രഡീഷണൽ നോർവീജിയൻ വില്ലേജ് എന്നാണ് ഹാളിംഗ് പോർട്ടന്റെ വിശേഷണം. ചെറുവീടുകളും പൈൻമരക്കൂട്ടങ്ങളും വലിയ പുൽമേടുകളുമെല്ലാമുള്ള ഒരു ഗ്രാമം. മേടുകളിൽ പുല്ലിന്റെ ബണ്ടിലുകൾ കാണാം. ആ ബണ്ടിലുകൾ മഞ്ഞുകാലത്ത് ഇവിടുത്തെ കന്നുകാലികൾക്കുള്ള ഭക്ഷണമാണ്. അങ്ങനെ കൃഷി ചെയ്തുണ്ടാക്കുന്ന ആ പുല്ല് പാലായും രാജ്യത്തിന് സമ്പത്തായും മാറുന്നു. ധാരാളം കാർഷിക ഭവനങ്ങൾ ഈ യാത്രയിൽ കാണാം. ട്രെയിൻ ഇപ്പോൾ ഫ്ലാ എന്ന പ്രദേശത്തേക്ക് എത്തിയിരിക്കുന്നു. നോർവേയുടെ ബെസ്കറഡ് കൗണ്ടിയിലെ ഒരു മുനിസിപ്പാലിറ്റിയാണ് ഫ്ലാ. പഴയകാലത്ത് ഫ്ലുവാ സോക്കൻ എന്നറിയപ്പെട്ടിരുന്ന പ്രദേശമാണ് ഫ്ലാ. സോക്കൻ എന്നാൽ പാരീഷ് എന്നർത്ഥം. പണ്ട് വനങ്ങളിൽ ധാരാളം കരടികൾ ഉണ്ടായിരുന്ന പ്രദേശമാണ് ഫ്ലാ. ഇപ്പോൾ ഒന്നുപോലും ഇല്ലതാനും. നോർവേയുടെ മാത്രമല്ല, യൂറോപ്പിന്റെ തന്നെ പല ഭാഗങ്ങളിൽ നിന്നും കുടിയേറിയെത്തിയ ഗോത്ര സമൂഹങ്ങളുടെ വലിയൊരു കോളനി 12-ാം നൂറ്റാണ്ടിൽ ഫ്ലായിൽ ഉണ്ടായിരുന്നു. കൃഷിക്കായി ഒരുക്കിയിട്ടിരിക്കുന്ന നിലവും ഇവിടെ മനോഹരമായൊരു കാഴ്ചയാവുന്നു. ഇങ്ങനെ കാണുമ്പോൾ ഇത് സ്വാഭാവിക വനങ്ങളാണെന്ന് തോന്നും. കൃഷി ചെയ്യുന്ന മരങ്ങൾ തന്നെയാണിത്. സമതലങ്ങളിലും മലഞ്ചെരിവുകളിലും ചതുപ്പുകളിലുമെല്ലാം മരങ്ങൾ നട്ടുവളർത്തുന്നു. മിക്കതും സ്വകാര്യ വനങ്ങളാണ്. ഓസ്റ്റേവോൾ എന്ന പ്രദേശത്തുകൂടിയാണ് ഇപ്പോൾ യാത്ര. ഒരു മുനിസിപ്പാലിറ്റിയാണ് ഓസ്റ്റേവോൾ. ഓസ്റ്റേവോൾ എന്ന പേരിൽ ഈ പ്രദേശത്തുണ്ടായിരുന്ന വലിയൊരു ഫാമിൽ നിന്നാണ് മുനിസിപ്പാലിറ്റിക്ക് ഈ പേര് ലഭിക്കുന്നത്. അടുത്തതായി സ്റ്റാവൻ എന്ന സ്ഥലത്തേക്ക് എത്തുകയായി. 14-ാം നൂറ്റാണ്ട് മുതൽ കൃഷി ഉപജീവനമാക്കിയ ഒരു ജനസമൂഹം വസിച്ചു വന്ന നാടാണ് സ്റ്റാവൻ. ഇപ്പോൾ മരക്കൂട്ടങ്ങൾക്കപ്പുറം കൂറ്റൻ ഗ്രാനൈറ്റ് മലകൾ കണ്ടു തുടങ്ങുന്നു. ഈ യാത്രയിൽ പല ടണലുകൾ കടക്കുകയുണ്ടായി. ഓസ്ലോ മുതൽ ബെർഗൻ വരെയുള്ള റെയിൽപാതയിൽ നിരവധി തുരങ്കങ്ങൾ പിന്നിടേണ്ടതുണ്ട്. ദുർഘടമായ മലമ്പ്രദേശങ്ങളിലൂടെയാണ് റെയിൽപാത നിർമ്മിച്ചിരിക്കുന്നത്. ചിലയിടത്ത് പാറ അരിഞ്ഞിറക്കി അതിലൂടെ പാളങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നു. ഒരു മല കഴിയുമ്പോൾ അതിന്റെ താഴ്വാരത്ത് മനോഹരമായ കൃഷിയിടങ്ങൾക്ക് നടുവിൽ ഒരു കൊച്ചുവീട്. വീണ്ടും പരുക്കൻ മലകളിലൂടെ, പിന്നെ മനോഹരമായ ഒരു ജലാശയത്തിന്റെ തീരത്തേക്ക്. ജലാശയക്കരയിൽ ഗംഭീരമായി ലാൻഡ്സ്കേപ്പ് ചെയ്ത ഒരു ഗ്രാമം. മേഘങ്ങൾ മുഖം നോക്കുന്ന നീല ജലാശയം. ഹാലിംഗ്ഡാൽ സെൽവ എന്ന് ഇതറിയപ്പെടുന്നു. ശരിക്കും ഒരു നദിയാണ് ഹാലിംഗ്ഡാൽ സെൽവ. ഒഴുക്കിനിടയിൽ പലയിടത്തും അത് ഇത്തരം തടാകങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ബെർഗനിലേക്കുള്ള യാത്രയ്ക്കിടെ ഇനി പലയിടത്തു വെച്ചും ഈ നദിയെ കാണേണ്ടതുണ്ട്. 220 കിലോമീറ്റർ നീളമുള്ള നദിയാണ് ഹാലിംഗ്ഡാൽ സെൽവ. നദിക്കരയിൽ ഇത്തരത്തിലുള്ള ധാരാളം ചെറുഗ്രാമങ്ങളുണ്ട്. ഇവിടെ മറ്റൊരു തടാകം കാണാം. ഹാലിംഗ്ഡാൽ നദി തടാകമായി മാറിയതാണ്. അവിടെ നിന്നും ഒഴുക്കു തുടരുന്ന നദി മറ്റൊരിടത്ത് വീണ്ടും ഒരു തടാകമായി മാറും.
ഹാലിംഗ്ഡാലിൽ 13 ജലവൈദ്യുതി നിലയങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. വൈദ്യുതി ഉൽപാദന കേന്ദ്രങ്ങൾ ഉള്ളിടത്താണ് നദിയെ തടഞ്ഞു നിർത്തിയിരിക്കുന്നതും അത് തടാകമായി രൂപപ്പെടുന്നതും. സ്വിസ് യാത്രയിൽ കണ്ടതുപോലുള്ള ഗ്രാമക്കാഴ്ചകളിലേക്ക് ക്യാമറ തിരിച്ചുവച്ച് ഞാൻ അങ്ങനെയിരുന്നു. എത്ര കണ്ടാലും മതിവരാത്ത കാഴ്ചകളാണിത്. നെസ്ബിയൻ എന്ന സ്ഥലത്തേക്കാണ് ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഹാലിംഗ്ഡാൽ സെൽവയുടെ തീരത്ത് ഒട്ടേറെ ഗ്രാമങ്ങളും പട്ടണങ്ങളുമുണ്ട്. മനോഹരമായ ഗ്രാമങ്ങൾ. ഇതാണ് നെസ്ബിയൻ പട്ടണം. അവിടുത്തെ റെയിൽവേ സ്റ്റേഷനിലേക്ക് ട്രെയിൻ കയറുകയാണ്. വണ്ടിയൊന്ന് വേഗം കുറച്ചു നീങ്ങുമ്പോൾ അട്ടിവെച്ച തടികളാണ് കാഴ്ചയിലേക്കെത്തുന്നത്. ഇവിടെ നിന്നും ട്രെയിനിൽ നോർവേയുടെ മാത്രമല്ല യൂറോപ്പിന്റെ തന്നെ പല ഭാഗങ്ങളിലേക്കും കയറ്റി അയക്കാനുള്ളതാണിത്. ന്യൂസ് പ്രിന്റ് നിർമ്മാണത്തിനാണ് ഇവിടെ നിന്നും പ്രധാനമായും ഇത് കൊണ്ടുപോകുന്നത്. നെസ്ബിയന്റെ ജനവാസ പ്രദേശങ്ങളാണ് ഇപ്പോൾ പിന്നിടുന്നത്. മലഞ്ചെരിവ് വരെ കൃഷിയിടങ്ങൾ, അതിനിടയിൽ കാർഷിക ഭവനങ്ങൾ, അതിനപ്പുറം ഇടതൂർന്നു വളരുന്ന പൈൻമരക്കാടുകളാണ്. എന്റെ സഹയാത്രികർ പുറത്തെ കാഴ്ചകൾ ക്യാമറയിൽ പകർത്തിയും അതിന്റെ ആകർഷണീയതയിൽ മുഴുകിയുമെല്ലാം ഇരിക്കുന്നു. ഈ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊന്നാണ് ബെർഗൻ. ഓസ്ലോയിൽ നിന്നും വിമാനമാർഗം 1 മണിക്കൂർ കൊണ്ട് ബെർഗനിലെത്താം. എന്നാൽ ടൂറിസ്റ്റുകൾക്ക് താൽപ്പര്യം ഗ്രാമക്കാഴ്ചകളിലൂടെ കടന്നുപോകുന്ന ഈ ട്രെയിൻ തന്നെയാണ്. ഹാലിംഗ്ഡാൽ സെൽവ ഒരിക്കൽ കൂടി ക്രോസ് ചെയ്തു. സെവൻ കെറൂഡ് എന്ന സ്ഥലത്തുകൂടിയാണ് ഇപ്പോൾ യാത്ര. വെട്ടിയൊരുക്കിയിട്ടിരിക്കുന്ന പുല്ല് തന്നെയാണ് ഇവിടെയൊക്കെ കൃഷിയിടങ്ങളിൽ കാണുന്നത്. പിന്നെ തിങ്ങി വളരുന്ന പൈൻ മരങ്ങളും. നോർവേയുടെ ഇത്തരം ഗ്രാമങ്ങളെല്ലാം പണ്ട് രാജകുടുംബവുമായി അടുത്ത ബന്ധമുണ്ടായിരുന്ന പ്രഭുക്കന്മാരുടെ നിയന്ത്രണത്തിലായിരുന്നു. ഗ്രാമത്തിൽ വലിയ ഫാമുകളും അവർക്കുണ്ടായിരുന്നു. അത്തരം ഫാമുകളിൽ നിന്നുമാണ് ഇന്നത്തെ പല സ്ഥലനാമങ്ങളും രൂപപ്പെട്ടിരിക്കുന്നത്. സെവൻ കെറൂഡിന്റെ ചരിത്രവും അതുതന്നെയാണ്. ഹാലിംഗ്ഡാൽ സെൽവയുടെ ഓളപ്പരപ്പ് പലയിടത്ത് വച്ചും കാഴ്ചയിലേക്കെത്തുന്നുണ്ട്. ആ നദി സമ്പന്നമാക്കുന്ന ഗ്രാമങ്ങളാണ് ഇതെല്ലാം. ശരിക്കും ഒരു സ്വപ്നഭൂമി പോലെയുണ്ട് നോർവേയുടെ ഈ ഗ്രാമങ്ങൾ. നിരന്ന പുൽമേടുകളിൽ വെട്ടിയുരുക്കി ബണ്ടിലാക്കി വെച്ചിരിക്കുന്ന പുല്ല്. പുൽമൈതാനത്തോട് ചേർന്നു തന്നെ പുല്ലിന്റെ ഗോഡൌണുമുണ്ടാകും. നദി പലയിടത്തും ചെറിയ തുരുത്തുകൾ സൃഷ്ടിക്കുന്നുണ്ട്. ഇപ്പോൾ ഗോൾ എന്ന പ്രദേശത്തേക്ക് അടുക്കുകയാണ്. ഗോളിന്റെ പ്രാന്തപ്രദേശങ്ങളിലെ ജനവാസ കേന്ദ്രങ്ങളാണ് ഈ കാണുന്നത്. കൃഷിയിടങ്ങൾക്ക് നടുവിൽ കാണുന്ന ഈ വീടുകളൊന്നും കർഷകരുടേതാവണമെന്നില്ല. നോർവേയിൽ ഇപ്പോൾ കൃഷി വൻകിടക്കാരുടെ കുത്തകയാണ്. 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യകാലം മുതൽ ചെറുകിട കർഷകർ കൃഷി ഉപേക്ഷിച്ചു പോയതോടെ ആ ഭൂമി വൻകിടക്കാരുടെ കൈവശമെത്തുകയായിരുന്നു. അവർ വലിയ തുക മുതലിറക്കി ഏറ്റവും ആധുനികമായ യന്ത്രങ്ങൾ ഉപയോഗിച്ച് വൻതോതിലുള്ള കൃഷിയാണ് നടത്തിവരുന്നത്. കൃഷിയിടങ്ങളോട് ചേർന്ന് നീളൻ ഗോഡൌണുകൾ കാണാം. ഗോൾ സ്റ്റേഷനിലേക്ക് ട്രെയിൻ എത്തി. വലിയൊരു പട്ടണമാണ് ഗോൾ. 5000-ഓളം ആളുകൾ വസിക്കുന്ന പട്ടണം. പഴയൊരു മരക്കെട്ടിടമാണ് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ. ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ കൂടിയാണ് ഗോൾ. പുരാതനമായ മന്ദിരങ്ങൾ മുതൽ പർവ്വത പ്രദേശങ്ങളിലെ ട്രക്കിംഗ് പാത്തുകൾ വരെ സഞ്ചാരികളെ ആകർഷിക്കുന്നു. ചിലർ പട്ടിയുമൊത്താണ് യാത്രക്കിറങ്ങിയിരിക്കുന്നത്. ഗോൾ സ്റ്റേഷനിൽ നിന്നും വണ്ടി നീങ്ങുകയാണ്. നോർവേയിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന സ്റ്റേവ് ചർച്ചുകളിൽ ഒന്ന് ഈ പട്ടണത്തിലാണ് ഉണ്ടായിരുന്നത്. 1216-ൽ പൂർണ്ണമായും മരം കൊണ്ട് നിർമ്മിച്ച പള്ളി. അത്ഭുതകരമായ ആ നിർമ്മിതി കഴിഞ്ഞ ദിവസം നോർവീജിയൻ മ്യൂസിയം ഓഫ് കൾച്ചറൽ ഹിസ്റ്ററി സന്ദർശിച്ചപ്പോൾ ഞാൻ നേരിൽ കണ്ടിരുന്നു.
ഹാലിംഗ്ഡാൽ സെൽവയുടെ കരയിലെ പട്ടണമാണ് ഗോൾ. പട്ടണം കടന്നു നീങ്ങുമ്പോൾ നദി പാറകളിൽ തട്ടി പതഞ്ഞ് ഒരു കാട്ടരുവി പോലെ ഒഴുകിപ്പോകുന്നത് കാണാം. ഹാലിംഗ്ഡാൽ സെൽവയ്ക്ക് പലയിടത്തും പല ഭാവങ്ങളാണ്. ചിലയിടത്ത് ശാന്തമായ ചെറിയ നീരൊഴുക്ക് പോലെയാണത്. മറ്റു ചിലയിടത്താകട്ടെ പതഞ്ഞൊഴുകുന്നു. ചിലയിടത്തെത്തുമ്പോൾ വിശാലതയിലേക്ക് വ്യാപിച്ച് നദി ഒരു തടാകമായി മാറുന്നു. ബർമിയ ബ്രൂ എന്ന പ്രദേശത്തുകൂടിയാണ് ഇപ്പോൾ ട്രെയിൻ പോകുന്നത്. ചെറിയൊരു കാർഷിക ഗ്രാമമാണിതും. പണ്ടിവിടെ ഉണ്ടായിരുന്ന വലിയൊരു ഫാമാണ് ഇവിടെയും സ്ഥലനാമത്തിന് ആധാരം. പൈൻ മരങ്ങൾ പല നിറങ്ങളിൽ കാണാവുന്നു. മഞ്ഞുകാലത്തിന്റെ വരവിന് ഒരുങ്ങി നിൽക്കുകയാണ് പ്രകൃതി. ശൈത്യകാലത്തിന്റെ മൂർധന്യാവസ്ഥയിൽ ഈ മരങ്ങളെല്ലാം മഞ്ഞണിഞ്ഞു നിൽക്കുന്നതായിരിക്കും ഇതുവഴി ട്രെയിനിൽ കടന്നു പോകുമ്പോഴുള്ള കാഴ്ച. പല പ്രായത്തിലുള്ള പൈൻ മരങ്ങളും മലഞ്ചെരിവുകളിൽ കാണാം. വലിയ മരങ്ങൾ വെട്ടിമാറ്റിയതും മരങ്ങൾ നടുന്നതിനായി ഒരുക്കിയിട്ടിരിക്കുന്ന പ്രദേശങ്ങളുമെല്ലാമുണ്ട് ഇതിൽ. ശൈത്യകാലത്ത് നോർവീജിയൻ വീടുകളുടെ ഉൾത്തളങ്ങൾ ചൂടുപിടിപ്പിക്കുന്നത് മുതൽ പൾപ്പിന്റെയും ന്യൂസ് പ്രിന്റിന്റെയും നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നതുവരെ ഈ മരങ്ങളാണ്. മരങ്ങൾക്കിടയിൽ ചെറു ഗ്രാമങ്ങൾ. മലഞ്ചെരിവിലൂടെ കളകളാരവുമായി നദി ഒഴുകുന്നു. കിലോമീറ്ററുകളോളം കാഴ്ചയ്ക്ക് വ്യത്യസ്തതയൊന്നുമില്ല. എങ്കിലും ഈ കാഴ്ചകൾ എനിക്ക് വിരസവുമല്ല. സ്കാൻഡിനേവിയൻ നാടോടി സംസ്കാരത്തിന്റെ വേദികൾ തന്നെയാണ് ഈ ഗ്രാമങ്ങളെല്ലാം. ശക്തമായ കുടുംബബന്ധങ്ങൾ നിലനിന്നിരുന്ന ഗ്രാമങ്ങൾ. ഒരു നൂറ്റാണ്ട് മുൻപ് വരെയും കർഷകനും അയാളുടെ കുടുംബവും കൃഷിയിടത്തിന് നടുവിലെ കൊച്ചുവീടുകളിൽ പാർത്തു വരുന്നതായിരുന്നു ഇവിടുത്തെ പതിവ്. സ്ലൊവേനിയ, മോണ്ടിനീഗ്രോ, സെർബിയ, പനാമ. സഞ്ചാരം വോളിയം നമ്പർ 13. ഫുൾ HDയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 9995 444 222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. പച്ചപ്പുൽത്തകടിയിൽ പഞ്ഞിക്കെട്ടുകൾ പോലെ ചെമ്മരിയാടുകൾ മേയുന്നത് ഒരു കാഴ്ച. പുല്ലിന്റെ കൃഷി നടക്കുന്ന മൈതാനമാണത്. ആദിമകാലത്ത് സമ്പുഷ്ടമായൊരു കാർഷിക സംസ്കാരം തന്നെ ഉണ്ടായിരുന്നു നോർവേയിൽ. പക്ഷേ ഇന്നത് നഷ്ടമായി കഴിഞ്ഞു. സാധാരണ കർഷകർ കൃഷി ഉപേക്ഷിച്ച് പട്ടണങ്ങളിലേക്ക് ചേക്കേറിയതാണ് അതിന് കാരണം. നോർവേ എന്ന രാജ്യത്തിന്റെ ഉൾനാടുകളുടെ യഥാർത്ഥമായ കാഴ്ചയാണിത്. ഹാലിംഗ്ഡാൽ സെൽവ വീണ്ടും കാഴ്ചയിലേക്ക് വരികയാണ്. നദീതീരത്തെ വനം, നദിക്കരയിലെ ഗ്രാമങ്ങൾ, കൃഷിയിടങ്ങൾ, അവയ്ക്കിടയിലൂടെ ചിലപ്പോൾ തടാകമായും മറ്റു ചിലപ്പോൾ പതഞ്ഞൊഴുകുന്ന പ്രവാഹമായും ഹാലിംഗ്ഡാൽ സെൽവ അങ്ങനെ പോകുന്നു. 18-19 നൂറ്റാണ്ടുകളിൽ നോർവേയുടെ ഉൾഗ്രാമങ്ങളിലേക്കുള്ള ഒരു പ്രധാന ഗതാഗത ഉപാധി കൂടിയായിരുന്നു ഈ നദി. വനത്തിൽ നിന്ന് വെട്ടിയെടുക്കുന്ന മരം ഉൾപ്പെടെ വിദൂര ഗ്രാമങ്ങളിലേക്ക് കൊണ്ടുപോയിരുന്ന ഒരു മാർഗം ഹാലിംഗ്ഡാൽ സെൽവയായിരുന്നു. ഹാർഡൻ ഗർവിഡ എന്ന പർവ്വത പീഠഭൂമിയിൽ നിന്നുമാണ് ഹാലിംഗ്ഡാൽ നദിയുടെ ഉത്ഭവം. 220 കിലോമീറ്റർ ഒഴുകി ക്രോഡറൻ തടാകത്തിൽ ചെന്നു ചേരുന്നതിനിടയിൽ നോർവേയിലെ 5 നദികൾ ഹാലിംഗ്ഡാൽ സെൽവയുമായി സന്ധിക്കുന്നുണ്ട്. ടോർപോ ഗ്രാമത്തിലൂടെയാണ് പോകുന്നത്. 1000 വർഷം മുൻപ് തന്നെ ജനവാസമുണ്ടായിരുന്ന പ്രദേശമാണ് ടോർപോ. 1190-നും 1200-നും ഇടയിൽ നിർമ്മിച്ച ഒരു സ്റ്റേവ് ചർച്ച് ഈ ഗ്രാമത്തിലുണ്ട്. വേനൽക്കാലത്ത് ആ പള്ളി കാണുന്നതിനായി മാത്രം ധാരാളം ആളുകൾ ടോർപോയിലേക്ക് എത്തുന്നു. മുഴുവൻ നേരത്തും ആഹാരം കഴിക്കലാണ് എൻ്റെ ഈ സഹയാത്രികരുടെ പരിപാടി. ഹാലിംഗ്ഡാൽ സെൽവയിൽ രൂപപ്പെട്ട മറ്റൊരു തടാകം. പാറക്കെട്ടുകൾക്ക് മുകളിലൂടെയാണ് ഇവിടെ നദി ഒഴുകുന്നത്. നദിക്കരയിൽ വലിയ ഗോഡൌണുകൾ. കർഷകർ പുല്ലും പണിയായുധങ്ങളുമെല്ലാം സൂക്ഷിക്കുന്ന ഇടങ്ങളാണത്. നോർവേയുടെ ചരിത്രത്തിൽ തന്നെ സ്ഥാനമുള്ള ടോർപോ ഗ്രാമത്തിൽ ഇപ്പോഴത്തെ ജനസംഖ്യ വെറും 400 മാത്രമാണ്. നദി രൂപപ്പെടുത്തിയ മറ്റൊരു ജലാശയം. അക്കരെ നദീതീരത്ത് ഒരു ചെറുപട്ടണം കാണാം.
വൻ നഗരങ്ങളിൽ നിന്ന് ഏറെ അകലെയാണെങ്കിലും ഏറ്റവും മികച്ച ആധുനിക സൗകര്യങ്ങളുള്ള പട്ടണങ്ങളും ഗ്രാമങ്ങളും തന്നെയാണ് നോർവേയിൽ എവിടെയുമുള്ളത്. ഓൾ എന്ന സ്ഥലത്തേക്കാണ് ട്രെയിൻ എത്തുന്നത്. ബെസ്കറൂട്ട് കൗണ്ടിയിലെ വലിയൊരു മുനിസിപ്പാലിറ്റിയാണ് ഓൾ. പല ഗ്രാമങ്ങളിലായാണ് ഓളിലെ ജനങ്ങൾ വസിക്കുന്നത്. ഓൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് ട്രെയിൻ എത്തിയിരിക്കുന്നു. ബെർഗനിൽ നിന്നും ഗുൾസ്വിക്കിലേക്കുള്ള റെയിൽവേ ലൈനിന്റെ ഭാഗമായി 1907 ഈ സ്റ്റേഷൻ നിർമ്മിതമായത്. ഓളിൽ അല്പനേരം ട്രെയിൻ നിർത്തുന്നുണ്ട്. നേരം 11:45 അപൂർവം ആളുകളെ ഇറങ്ങിയിട്ടുള്ളൂ. അത് ഓൾ വാസികൾ തന്നെയാണെന്ന് തോന്നി. ഇതാണ് ഞങ്ങളുടെ ബോഗിയിലെ ടിക്കറ്റ് എക്സാമിനർ. ട്രെയിൻ ഏതെങ്കിലും സ്റ്റേഷനിൽ നിർത്തുമ്പോൾ അവർ ഇറങ്ങി വാതിലിനരികിൽ നിൽക്കും. കയറുന്നവരെയും ഇറങ്ങുന്നവരെയും സഹായിക്കും. അവർ തിരികെ ബോഗിയിലേക്ക് കയറിയപ്പോഴേക്കും വണ്ടി സ്റ്റേഷനിൽ നിന്നും സാവധാനം നീങ്ങിത്തുടങ്ങി. പഴയൊരു മരക്കെട്ടിടമാണ് ഓളിന്റെ സ്റ്റേഷൻ ബിൽഡിംഗ്. ദിവസത്തിൽ 6 ട്രെയിനുകൾക്ക് മാത്രമേ ഇവിടെ സ്റ്റോപ്പുള്ളൂ. ഓൾ നോർവേയിലെ ഒരു സാംസ്കാരിക പ്രദേശമാണ്. ഇവിടുത്തെ നാടോടി സംഗീതവും പരമ്പരാഗത ആചാരങ്ങളുമെല്ലാം ഏറെ പ്രസിദ്ധമാണ്. നാടോടി സംസ്കാരത്തിൽ നിന്നും രൂപപ്പെട്ട കാർഷിക വൃത്തികളാണ് ഇന്നും ഓളിലെ ജനങ്ങൾ പിന്തുടരുന്നത്. ചെമ്മരിയാട്, പശു, കോലാട് എന്നിവയെ വളർത്തുന്ന ചെറു ഫാമുകളാണ് ഈ പ്രദേശത്ത് കൂടുതലുമുള്ളത്. 20-ാം നൂറ്റാണ്ടിന്റെ 2ാം പകുതിയിൽ മരം അസംസ്കൃത വസ്തുവായി ഉപയോഗിക്കുന്ന ഏതാനും ഫാക്ടറികളും ഓളിൽ സ്ഥാപിതമായിരുന്നു. ഓളിന്റെ ജനവാസ കേന്ദ്രങ്ങളാണിത്. ഹാലിംഗ്ഡാൽ നദിയുടെ ഇരുകരകളിലുമായാണ് ഓൾ പട്ടണം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഒരു ജലാശയത്തിന്റെ കാഴ്ച തുടങ്ങുന്നു. ഫാനെ ഫ്യോർഡ് എന്ന ജലാശയ ഭാഗമാണിത്. ഫ്യോർഡിന്റെ കരയിൽ സുന്ദരമായ ഗ്രാമങ്ങൾ. ഇനി കുറേ നേരം ട്രെയിൻ ഈ ഫ്യോർഡിന്റെ കരയിലൂടെയായിരിക്കും നീങ്ങുക. വലിയൊരു ജലാശയമാണ് ഫാനെ ഫ്യോർഡ്. ഇരുവശവും ഉയർന്നു നിൽക്കുന്ന മലകൾക്കിടയിലൂടെയാണ് ഫ്യോർഡിന്റെ കിടപ്പ്. ഇരുകരയിലും മലഞ്ചെരുവിൽ ധാരാളം ഗ്രാമങ്ങളുണ്ട്. ബെക്കസ്റ്റാഡ് എന്നതാണ് മറുകരയിൽ കാണുന്ന ആ ഗ്രാമം. ഇപ്പോൾ അത്തരം ഗ്രാമങ്ങൾ മിക്കതും ടൂറിസ്റ്റുകളുടെ ഇഷ്ടസങ്കേതങ്ങളായി കഴിഞ്ഞു. അവർക്ക് വേണ്ടി ഫ്യോർഡിലും അതിന്റെ കരയിലും ധാരാളം ആക്ടിവിറ്റികളും സജ്ജീകരിക്കപ്പെട്ടിട്ടുണ്ട്. സാഹസിക വിനോദങ്ങൾക്കായി നോർവേയുടെ പല ഭാഗങ്ങളിൽ നിന്നും ഓളിലേക്ക് ആളുകൾ എത്തിച്ചേരാറുണ്ട്. കിലോമീറ്ററുകൾ ദൈർഘ്യമുള്ള സ്കീ ട്രെയിലുകളും പർവ്വതാരോഹണം ഹരമാക്കിയവർക്കുള്ള മൗണ്ടൻ ട്രെയിലുകളും ഈ പ്രദേശത്ത് ധാരാളമുണ്ട്. നോർവീജിയൻ പ്രകൃതിയുടെ വ്യത്യസ്ത ഭാവങ്ങൾ കാണാൻ താൽപ്പര്യമുള്ള കുറേ പേർ ബോഗിയിലെ സ്വന്തം സീറ്റുകളിലേക്ക് പോകാതെ റെസ്റ്റോറന്റിൽ തന്നെ ഇരിപ്പാണ്. നേരം 11:48 കഴിഞ്ഞിരിക്കുന്നു. 11 ഡിഗ്രി സെൽഷ്യസ് ആണ് പുറത്തെ താപനില. താഴ്വാരത്ത് ഫ്യോർഡ് അവസാനിക്കുന്നിടത്തായി ഒരു പട്ടണം കാണാം. ക്ലൈവി എന്ന പ്രദേശമാണത്. ഇവിടെ നിന്നങ്ങനെ കാണുമ്പോൾ ഒരു ഇൻഡസ്ട്രിയൽ ഏരിയയാണ് ക്ലൈവി എന്ന് തോന്നും. 1000 വർഷം മുൻപ് തന്നെ ജനവാസമുണ്ടായിരുന്ന ഒരു പ്രദേശമാണത്. ക്ലൈവി പിന്നിടുമ്പോൾ മലയിൽ വെളുത്ത പാറകൾ അങ്ങിങ്ങായി ചിതറിക്കിടക്കുന്നത് കാണാം. പാറ പൊട്ടിച്ചുണ്ടാക്കിയ ചെറിയ ഇടുക്കുകളിലൂടെയെല്ലാമാണ് ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഹോൾ എന്ന പ്രദേശത്താണ് ഇപ്പോൾ യാത്ര. 19-ാം നൂറ്റാണ്ടിൽ വലിയ ഫാമുകൾ ഉണ്ടായിരുന്ന ഒരു പ്രദേശമായിരുന്നു ഹോൾ. അതിലൊരു ഫാമിന്റെ പേരിൽ നിന്നുമാണ് ഈ പ്രദേശത്തിന് തന്നെ ഹോൾ എന്ന നാമം ലഭിക്കുന്നത്. 5 ഗ്രാമങ്ങൾ ചേർന്ന ഒരു മുനിസിപ്പാലിറ്റിയാണ് ഇപ്പോൾ ഹോൾ. 4500 മുനിസിപ്പാലിറ്റിയിലെ ആകെ ജനസംഖ്യ. 1328 സ്ഥാപിതമായ ഒരു പള്ളി ഹോളിലുണ്ട്. ഹോൾ കഴിയുന്നതോടെ ഗെയ്ലോ എന്ന സ്ഥലത്തേക്ക് വണ്ടി എത്തുകയായി. ഗെയ്ലോയുടെ റെയിൽവേ സ്റ്റേഷനാണിത്. സ്റ്റേഷന്റെ ഒരു ഭാഗത്ത് എന്തെല്ലാമോ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഈ റൂട്ടിലെ ഒരു ജംഗ്ഷനാണ് ഗെയ്ലോ സ്റ്റേഷൻ. കുറേ പേർ ഇവിടെ ഇറങ്ങുന്നുണ്ട്. ടൂറിസ്റ്റുകളല്ല,
നാട്ടുകാർ തന്നെയാണ്. ഗെയ്ലോയിൽ അധിക നേരം നിർത്തിയില്ല. 1907 സ്ഥാപിതമായ ഗെയ്ലോ സ്റ്റേഷന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ് ഇപ്പോൾ. പഴയകാലത്ത് ചരക്ക് സൂക്ഷിച്ചിരുന്ന ഒരു മരക്കെട്ടിടം ഒരു ഭാഗത്ത് കാണുന്നു. അത് പിന്നിട്ട് സ്റ്റേഷന്റെ അനുബന്ധമായ വിവിധ കെട്ടിടങ്ങൾ കടന്ന് ട്രെയിൻ ഓടിക്കൊണ്ടിരുന്നു. ശൈത്യകാലത്ത് ധവളമയാർന്ന മഞ്ഞിൻ പുതപ്പിനാൽ മൂടിപ്പോകുന്ന മലകളും താഴ്വരകളുമാണിത്. ഏപ്രിൽ വരെയുള്ള മാസങ്ങൾ ഗെയ്ലോയിൽ മഞ്ഞിന്റെ ഉത്സവം തന്നെയായിരിക്കും. ഗെയ്ലോ പിന്നിട്ട് ട്രെയിൻ യാത്ര തുടരുകയാണ്.